ആഫ്രിക്കയിൽ തൻസാനിയ എന്ന് പറഞ്ഞ ഒരുപാട് എൻക്വയറിയാണ് എനിക്ക് വരുന്നത്. ഗോൾഡ് ട്രേഡ് ചെയ്യാൻ പറ്റുമോ, മൈൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് എൻക്വയറി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുണ്ട്. അത് എന്താണെന്ന് അറിയില്ല, ഒരു ഭയങ്കര മലവെള്ള പാച്ചിൽ പോലെ വരുന്നുണ്ട്. അപ്പോൾ തൻസാനിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, തൻസാനിയയിൽ നിങ്ങൾ ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യുകയാണ്, അതായത് ദുബായിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തൻസാനിയൻ ഗവൺമെൻറ്റിന് നിങ്ങൾ 6%, അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന വാല്യൂവിൻ്റെ 6% സ്ട്രേറ്റ് കൊടുക്കണം. പിന്നെ മറ്റ് ഇത് ചാർജുകൾ വരുമ്പോൾ ഏകദേശം 9%-ലധികം സർക്കാരിന് അങ്ങോട്ട് കൊടുക്കണം. ഗോൾഡിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് 4 മുതൽ 7%, അല്ലെങ്കിൽ 5-7% ഉള്ളൊരു സാധനത്തിന് ഈ പറയുന്ന 8-9% സർക്കാരിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ തൻസാനിയ എനിക്ക് തോന്നുന്നു കുറച്ച് മലയാളികളൊക്കെ അവിടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൾഫിൽ കുറേ മലയാളികൾ പരിചയമുള്ള ആൾക്കാർ തൻസാനിയക്കാരാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിനോടുള്ള പ്രത്യേക സ്നേഹം. തൻസാനിയ അല്ലാതെ ഇഷ്ടം പോലെ രാജ്യങ്ങൾ ആഫ്രിക്കയിലുണ്ട്. മൈനിങ് ഉള്ളത് 1% മാത്രം സർക്കാരിന് അങ്ങോട്ട് കൊടുക്കേണ്ട രാജ്യങ്ങളുണ്ട്. പിന്നെ പെർ പാഴ്സൽ $500 $250 മാത്രം കൊടുക്കേണ്ട രാജ്യങ്ങളുണ്ട്. അപ്പം ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷേ ഈ തൻസാനിയ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. മാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രോഡ് എൻക്വയറികൾ 100 കിലോ തരാം, 1000 കിലോ തരാം എന്ന് പറയാം എൻ്റെ ഇൻബോക്സിൽ വരുന്നതും തൻസാനിയാണ്. എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ടുള്ള എൻക്വയറി അതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. താങ്ക് യു. Life never be the same again.